ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഐറ്റം ആയിട്ടാണ്. അപ്പൊ നമുക്കിതാ ഇതുപോലത്തെ നല്ല കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാ ഉണ്ടാ ഇത്രയും മാങ്ങയുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനൊരു വെറൈറ്റി ഒരു ഐറ്റം പറയും. വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞാൽ അത്ര വലിയ വെറൈറ്റി ഐറ്റം ഒന്നുമല്ല. സാധാരണ പണ്ട് കാലത്തെല്ലാം നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെക്കൂലേ, അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇത് നമ്മൾ പണ്ടെല്ലാം ചെയ്യുന്ന പോലെ ഭരണിയിലിട്ട് വെച്ചിട്ട് നമുക്ക് കുറേ ദിവസം വെച്ചിട്ട് എങ്ങനെയുണ്ടാവും നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഭരണി, കാണുന്നില്ലേ? അപ്പൊ ഇത് പണ്ട് കാലത്തേ നമ്മളെ വീട്ടിലുള്ള ഭരണിയാണ്. അപ്പൊ ഈ ഭരണിയിലാണ് ഞാൻ ഇന്ന് മാങ്ങ ഉപ്പിലിടാൻ പോകുന്നത്. എന്താ ഭരണീന്റെ ഉൾവശം കണ്ടില്ലേ? ഇത് പണ്ട് കാലത്തേ ഉള്ള ഭരണിയാണ്. അപ്പൊ അതിൻ്റെതായ ചില ഇതൊക്കെ ഉണ്ട്, ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിതാ നമ്മുടെ കൈവശമുള്ള കുഞ്ഞു കുഞ്ഞു മാങ്ങകളും വലിയ വലിയ മാങ്ങകളെല്ലാം ഉണ്ട്. അപ്പൊ ഞാനിതാ കുറെ മാങ്ങകളെല്ലാം ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട മാങ്ങകളാണ്. ഇതിന്റെ ഉള്ളിലെല്ലാം അന്നേരം അണ്ടിക്കൊരട്ട എന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത ടൈപ്പ് മാങ്ങ എടുക്കുന്നത്. അണ്ടിക്കൊരട്ട ശരിക്കും ആവാത്ത അണ്ടിക്കൊരട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ നിനക്കല്ല, നമ്മൾ കണ്ണൂർ ഇങ്ങനെയാ പറയാ. ഈ മാങ്ങേന്റെ ഉള്ളിലുള്ള സീഡില്ലേ, സീഡിനെ നമ്മൾ അണ്ടിക്കൊരട്ട എന്നാ പറയാം. അപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യണേ. അപ്പൊ ഇതാ കുറച്ച് കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ കുറേ ഉണ്ട്. അപ്പൊ അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതാ കുഞ്ഞു കുഞ്ഞു മാങ്ങകളാണ്. ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു മാങ്ങകളും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളകുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയ കുറച്ചധികം മുളക് ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ മാങ്ങയുടെ കണ്ടീഷൻ. അപ്പോൾ കുറച്ച് ഇഞ്ചി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല അടിപൊളി ഉപ്പിലിട്ട മാങ്ങ റെഡിയാക്കാം. ഇത് വേണ്ട ഒരു കുഞ്ഞ് ഭരണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പിട്ട് വെക്കല്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് നമ്മുടെ ഈ വലിയ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയൊന്നും പോരാ കേട്ടോ, കുറേ ഉപ്പ് വേണം, നല്ല രുചി ഉണ്ടാവും. അപ്പോൾ ഇതാ കുറേ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഒരു വായു ഭാഗത്ത് ഒരു തുണി വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും ഇതിന്റെ ടേസ്റ്റ് നോക്കാം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ ഇതാ ഒരു 5-8 ദിവസത്തോളം ഭരണിയിൽ ഇട്ട് വെച്ചിട്ട് മാങ്ങ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് നോക്കണ്ടേ. കെട്ടല് അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ റെഡി ആയിട്ടുണ്ട്. മാങ്ങയെല്ലാം കുറെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിതൊന്ന് കഴിക്കാം. ഒന്ന് നീ പിടിച്ചോ കവിതേ. ഓക്കെ, അപ്പൊ ഇതാ നമ്മള് മാങ്ങ കഴിച്ചു വെക്കുന്നതാണേ. നല്ലോണം ഉപ്പെല്ലാം പിടിച്ച് ആ ടേസ്റ്റ് ഇതാ. അപ്പൊ ഇതാ ഇതേപോലത്തെ നല്ല വലിയ മാങ്ങകളും ഉണ്ട് കേട്ടാ. നമുക്ക് നല്ല ചോറിന്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടിപൊളിയല്ലേ?